ഗൈസ് നമ്മൾ അമ്മൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറെ പൊതിഞ്ഞു. ഈ ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കണ്ടേ? ഈ കവർ നിറയെ അമ്മനുള്ള ഗിഫ്റ്റ്സ് ആണ്. അപ്പൊ നമ്മൾ കുറെ പൊതിഞ്ഞു. നമുക്ക് ബാക്കി ഈ 2 എണ്ണം കൂടെ മാത്രമേ ഉള്ളൂ. നമ്മളപ്പോൾ അത് ഇപ്പൊ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് അമ്മുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. 7 മണിയോടെ എല്ലാവരും ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ പൊതിഞ്ഞിട്ട് വരാം. ബൈ ഗൈസ്. അപ്പൊ അമ്മ നമ്മുടെ ഇവിടെ റോഡിൽ വന്ന് നിൽപ്പുണ്ട്. അമ്മനെ അറിയാം, നമ്മള് സർപ്രൈസ് അല്ല, അമ്മനെ അറിയാൻ പരിപാടി ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇവിടെ എന്താ സെറ്റ് ചെയ്തേക്കുന്നതൊന്നും അമ്മ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മു ഈ സംഭവമൊക്കെ നിയോൺ ലൈറ്റ്സ് ഒക്കെ അമ്മു വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊരു കണ്ണാപ്പി നമുക്ക് അത് വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അമ്മുന്റെ റിയാക്ഷൻ നോക്കാം എങ്ങനെയാന്നൊക്കെ. Which is why you need Sebamed Gentle Facial Cleanser for oily skin with HBM Strong. It reduces excess oil and maintains your skin's hydrated and balance. Sebamed. ഗൈസ് നമ്മളെല്ലാരും ഇവിടെ അമ്മനെ വെൽക്കം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. സർപ്രൈസ് പറയാനുള്ള എല്ലാം ഉണ്ട്. സർപ്രൈസ് അവളെപ്പോഴായി ഫ്ലാഷ് ബാക്ക്. അമ്മ ഇങ്ങനൊന്നും അല്ല ഞങ്ങള് പ്രതീക്ഷിച്ചത്. ഇതൊന്നല്ല നമ്മള് അത് നമുക്ക് സർപ്രൈസ് ആയിട്ട് അമ്മ വരുന്നത് എന്നിട്ട് പോയതാ. അതെ, അമ്മന് ചിരി നിർത്താൻ വയ്യായിരുന്നു. ഞാനിവിടെ വായിക്കട്ടെ. ബർത്ത്ഡേ ബാബ. ഞാൻ മോദിക്ക് ഒന്നും തരത്തില്ല. നമ്മൾ കേക്ക് മുറിക്കാൻ പോവാ. ഇപ്പൊ നീ നേരെയാണ് എടുത്തേക്കുന്നത്? അത് ശരിച്ചാണ്. നേരെ നേരെ ഇങ്ങനെ. ഗൈസ് ഫൈനലി അമ്മ റെഡിയായി വന്നിരിക്കുകയാണ്. അവർ ബർത്ത്ഡേ ഗേൾ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ 258 സബ്സ്ക്രൈബേഴ്സ്. 160. അതിന്റെ കൂടെ കേക്കാണ് നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. ഫോട്ടോ വ്ലോഗ്. അങ്ങോട്ട് നോക്കാതിരിക്കാനാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റീൽസൊക്കെ എടുത്തു. അത് ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ.
ഞാൻ ഈ ഗ്ലോ സ്റ്റിക്കിൻ്റെ കാര്യം കുറേ നാൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവരിത് ഓർത്ത് വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കണ്ണാപ്പിയാന്ന് ഞാൻ. പക്ഷേ ഇവർ പ്ലാൻ ചെയ്ത് ഇതെല്ലാം ഓർഡർ ചെയ്തു, എല്ലാം മേടിച്ച് എന്നെ സർപ്രൈസ് ചെയ്യുകയായിരുന്നു. കേക്കും ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ്ങിലോട്ട് പോയി. അതിൽ ഏറ്റവും വലിയ ടാസ്ക് എനിക്ക് വന്നത് ആരാണ് ഈ ഗിഫ്റ്റ് തന്നതെന്ന് ഗസ് ചെയ്യണമായിരുന്നു. ഞാൻ എന്തോ ഭാഗ്യത്തിന് ഒന്നും കറക്റ്റായിട്ട് തന്നെ ഗസ് ചെയ്തിട്ടില്ല. 1 2 എന്തോ മാത്രമേ ഗസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പൊട്ടത്തെറ്റാണ് പറഞ്ഞത്. കുറേയൊക്കെ ഗസ് ചെയ്തു, കുറേയൊക്കെ എനിക്ക് മനസ്സിലായില്ല ആരാണ് ഇത്രയും ക്രിയേറ്റീവായിട്ട് ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന്. അത്ര നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ന്യൂ ഇവരിത് ബെസ്റ്റായിട്ട് ചെയ്യുന്നു, പക്ഷേ ദിസ് വാസ് മോർ ദാൻ ദാറ്റ്. പിന്നെ ഈ മുട്ടായി പോലൊക്കെ പൊതിഞ്ഞ് വെച്ചത് അതൊക്കെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് എനിക്ക് തോന്നി. ലൈക്ക് ഒരു ഡബിൾ ഗിഫ്റ്റായിരുന്നു. ആ ഉള്ളിലുള്ള ഗിഫ്റ്റിനേക്കാളും അത് പ്രസൻറ്റ് ചെയ്തതും അത് ഭയങ്കരമായിട്ട് നമുക്ക് മാറ്റർ ചെയ്യുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്ന ആളാണ്. സോ അതെല്ലാം എനിക്ക് ഭയങ്കര പ്ലസ് പോയിൻറ്റ്സ് ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയത്. ശരിക്കും ഞാൻ ആലോചിച്ച് ദൈവം ഇത് ആരുടെ ആയിരിക്കും എന്ന് ഓർത്തായിരുന്നു എടുത്തുകൊണ്ടിരുന്ന എല്ലാ ഗിഫ്റ്റും ഭയങ്കര തോട്ട്ഫുള്ളായിട്ടുള്ള ഗിഫ്റ്റായിരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതും. പിന്നെ എനിക്ക് വേറൊരു സാധനം കിട്ടുന്നുണ്ട് സ്പെഷ്യലായിട്ട്, ആൻഡ് ഭയങ്കര ക്യൂട്ടൊരു സാധനമാണ്. ഞാൻ പുറകെ കാണിച്ചു തരാം. ഓരോ കവേഴ്സ് പൊട്ടിക്കുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്ക് ലെവലിലായിരുന്നു. പിന്നെ ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ലാസ്റ്റ് ബർത്ത്ഡേക്ക് അബി എനിക്ക് തന്ന ഫ്ലവർ ബൊക്കെ ഓർത്തു. സാറ്റിൻ റിബൺസും കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ ബൊക്കെ, പ്യൂർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള. ആൻഡ് ഇതും ഒരു ഫ്ലവറായിരുന്നു. ആൻഡ് ഇതെനിക്ക് നീ തന്ന ഗിഫ്റ്റാണ്. ഇറ്റ് വാസ് സോ ക്യൂട്ട്. ഇത് ഞങ്ങളുടെ ചെന്നൈയിലെ ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് ചിലപ്പോൾ എല്ലാവരും ചെന്നൈയിലുണ്ടാവില്ല, എല്ലാവരും ഒരുമിച്ചുണ്ടാവില്ല. സോ ഈ ലാസ്റ്റ് ബർത്ത്ഡേ മാക്സിമം കളറാക്കാൻ ഇവർ നോക്കിയിട്ടുണ്ട്. ആൻഡ് ഈ ഗിഫ്റ്റും എല്ലാം ഇത് മാളുവിൻ്റെ ഗിഫ്റ്റായിരുന്നു. ഈ ഗിഫ്റ്റ് ആക്ച്വലി എന്താണെന്നത് കാണുന്നില്ല. ഇതെനിക്ക് ദിയ തന്ന ഗിഫ്റ്റായിരുന്നു. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞില്ലേ, അതാണ് ഈ സാധനം. എന്ത് വിശ്വസിച്ചാണ് എനിക്കിത് മേടിച്ച് തന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത് എൻ്റെ കൈ കിട്ടിയോ അന്ന് തൊട്ട് ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഉപയോഗിച്ച്. അടുത്ത ഗിഫ്റ്റ് വിളിക്കുന്നത് ഞാൻ തന്നെ. വീണ്ടും ബാക്ക് ടു ഗിഫ്റ്റ് പൊളിക്കൽ. ഇത് ഞാൻ കറക്റ്റായിട്ടാണ് ഗസ് ചെയ്തത്. ഇതൊക്കെ ആയപ്പോൾ ആക്ച്വലി എല്ലാവരുടെ ക്ഷമയൊക്കെ തീരാൻ തുടങ്ങി. കാരണം ഭയങ്കര ലാഗായിരുന്നു ഞാനിതെല്ലാം പൊട്ടിക്കുന്ന കാര്യത്തിൽ. ഓരോ റിബൺ അയച്ച് പയ്യൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞാൻ സ്പീഡാക്കിയത്, കാരണം എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അവർക്കറിയാം അതിനകത്ത് എന്താ ഉള്ളതെന്ന്. എനിക്കറിഞ്ഞൂടാ. അതാണ് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. അതവർക്ക് മനസ്സിലാവില്ലല്ലോ. ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു ഇത്. 21st ബർത്ത്ഡേ ആണ്. കുറേ ഗിഫ്റ്റ്, നല്ല കുറേ എഫേർട്ടിട്ട കുറേ കാര്യങ്ങൾ, ഡെക്കറേഷൻസ്, എല്ലാവരുടെയും സന്തോഷം, ആൻഡ് നമ്മൾ ഇവിടുന്ന് പോകുന്ന ലാസ്റ്റ് വർഷം, എല്ലാം കൊണ്ടും മൈൻഡ് ഫുള്ളി മിക്സഡ് ഫീലിങ്സ് ആയിരുന്നു. സന്തോഷവും സങ്കടവും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ബർത്ത്ഡേക്ക് കൂടെ ആരൊക്കെ ഉണ്ടാവും? എല്ലാവരും പല വഴിക്കായിരിക്കും, ജോലിയായിട്ടും ഹയർ സ്റ്റഡീസായിട്ടും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എപ്പോഴൊക്കെ കൂടെ ഉണ്ടോ അപ്പോഴെല്ലാം അവരുടെ മാക്സിമം ചെയ്ത് കൂടെ നിൽക്കുന്നവരാണ് എൻ്റെ കൂടെ ഉള്ളവർ. ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു ഗൈസ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദീസ്. ഐ ആം so much grateful to have you all in my life. And guys, thank you for watching.